മതസ്ഥാപനങ്ങൾ ഭീകരവാദ പരിശീലനത്തിനായി ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്ന് ഗ്രീസിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും നടത്തിവന്നിരുന്ന 60 മുസ്ലിം പള്ളികൾ സർക്കാർ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. തലസ്ഥാനമായ ഏഥൻസിലെ അനധികൃത പള്ളികൾ അടച്ചുപൂട്ടിയ ഗ്രീസ് സർക്കാർ പള്ളികൾ നടത്തിയിരുന്നവരെ രാജ്യത്തു നിന്ന് പുറത്താക്കാനും തീരുമാനിച്ചു. നിലവിൽ ഗ്രീസിലെയോ യൂറോപ്യൻ യൂണിയനിലോ പൌരന്മാരുടെ നേതൃത്വത്തിലുള്ള രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്ക് മാത്രമേ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ അപേക്ഷിക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. എന്നാൽ ഗ്രീസ് സർക്കാർ നടത്തിയ അന്വേഷണങ്ങളിൽ സമീപ വർഷങ്ങളിൽ ഗ്രീസിലേക്ക് കുടിയേറിയ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ് നിരവധി അനധികൃത പള്ളികൾ നടത്തുന്നത് എന്ന് കണ്ടെത്തി. ഈ സ്ഥലങ്ങൾ ഭീകരവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നും അവയുടെ അനിയന്ത്രിതമായ വികാസം യൂറോപ്പിൽ 3000 വർഷത്തിലേറെ ചരിത്രമുള്ള ഏഥൻസ് നഗരത്തിന് ഭീഷണിയാണെന്നും അധികാരികൾ പറയുന്നു. ഗ്രീസിലെ മുസ്ലിം ജനസംഖ്യ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 5%. അവരിൽ ഭൂരിഭാഗവും തുർക്കി വംശജരാണ്. ഇത് മതപരമായ ആചാരത്തിന്റെ കാര്യമല്ല, മറിച്ച് നിയമവിരുദ്ധ നിർമ്മാണങ്ങളുടെയും സാമൂഹിക ഐക്യത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളുടെയും കാര്യമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അനധികൃത പള്ളികളുടെ നിർമ്മാണം ആ പ്രദേശങ്ങളിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും രാത്രിയിൽ പള്ളിപ്രദേശം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാതാക്കുന്നതിനും കാരണമായി. 2025 ഫെബ്രുവരിയിലും ഏപ്രിലും ഏഥൻസിലെ സർക്കാർ ഓഫീസുകൾക്ക് പുറത്തുണ്ടായ ബോംബാക്രമണങ്ങൾ ഉൾപ്പെടെ നിരവധി ആക്രമണ സംഭവങ്ങൾക്ക് ശേഷമാണ് ഗ്രീസ് സർക്കാരിന്റെ ഈ തീരുമാനം. നിയമവിരുദ്ധമായി പള്ളികൾ നടത്തുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ജയിലിലടക്കുകയും ഒടുവിൽ നാടുകടത്തുകയും ചെയ്യുമെന്ന് ഗ്രീസ് അധികാരികൾ പറയുന്നു. നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്നതിനും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നടപടിയെന്ന് സർക്കാർ അറിയിച്ചു. ഗ്രീക്ക് അധികൃതരുടെ അഭിപ്രായത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായും തീവ്രവാദികളുടെ അഭയകേന്ദ്രങ്ങളായും മാറിയതായി ആരോപിക്കപ്പെടുന്ന അനധികൃത മതഘടനകളെയാണ് ഈ നടപടി ലക്ഷ്യമിടുന്നത്. ഗ്രീക്ക് നിയമപ്രകാരം ആവശ്യമായ നിർബന്ധിത അനുമതികളില്ലാതെയാണ് ഈ നിയമവിരുദ്ധ പള്ളികളിൽ പലതും സ്ഥാപിതമായത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഗ്രീക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പൌരന്മാരുടെ നേതൃത്വത്തിലുള്ള രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് മാത്രമേ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് വ്യവസ്ഥ. ഗ്രീക്ക് ഗവൺമെന്റ് നടത്തിയ അന്വേഷണത്തിൽ അനധികൃത പള്ളികളിൽ പലതും സമീപ വർഷങ്ങളിൽ ഗ്രീസിലേക്ക് കുടിയേറിയ പാകിസ്ഥാനി ബംഗ്ലാദേശി പൌരന്മാരാണ് നടത്തിയിരുന്നത് എന്നാണ് സൂചന. ഈ സ്ഥലങ്ങൾ തീവ്ര പ്രത്യയശാസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നുവെന്നും അവയുടെ അനിയന്ത്രിതമായ വികാസം 3000 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമുള്ള യൂറോപ്പിലെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നായ ഏഥൻസിന് ഭീഷണിയാണെന്നും അധികൃതർ ആരോപിക്കുന്നു. ഗ്രീസിലെ ജനസംഖ്യയുടെ ഏകദേശം 5% മുസ്ലിം ജനസംഖ്യ. അവരിൽ ഭൂരിഭാഗവും തുർക്കി വംശജരാണ്. മതപരമായ ആചാരമല്ല, മറിച്ച് നിയമവിരുദ്ധമായ നിർമ്മാണങ്ങളും സാമൂഹിക ഐക്യത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളുമാണ് പ്രശ്നമെന്ന് ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. നിയമവിരുദ്ധമായ മതഘടനകൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. രാത്രി കഴിഞ്ഞാൽ സ്ത്രീകളുടെ സഞ്ചാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും വിദേശ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പതിവ് പ്രതിഷേധങ്ങളും ഉണ്ടായതായി ഇതിൽ നിയമപാലകർ പറയുന്നു. 2025 ഫെബ്രുവരിയിലും ഏപ്രിലും ഏഥൻസിലെ സർക്കാർ ഓഫീസുകൾക്ക് പുറത്തുള്ള ബോംബ് സ്ഫോടനങ്ങൾ ഉൾപ്പെടെ തീവ്രവാദ ഘടകങ്ങൾ കാരണമായി ആരോപിക്കപ്പെടുന്ന നിരവധി ആക്രമണ സംഭവങ്ങളെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം. വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളിയുടെ തെളിവായി 2024 നടന്ന 3 ഭീകര ആക്രമണങ്ങളും അധികൃതർ ചൂണ്ടിക്കാട്ടി. ഗ്രീസിന്റെ സമീപനവും ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയ യോഗി മോഡൽ എന്നറിയപ്പെടുന്ന രീതിയും തമ്മിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. അവിടെ അധികാരികൾ ആദ്യം അനധികൃത മതഘടനകൾ തിരിച്ചറിഞ്ഞ് അവ സീൽ ചെയ്യുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്തു. ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. അനധികൃത പള്ളികൾ നടത്തുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ, തടവ്, ഒടുവിൽ നാടുകടത്തൽ എന്നിവ നേരിടേണ്ടി വരുമെന്നും ഗ്രീക്ക് ഉദ്യോഗസ്ഥർ പ്രസ്താവിച്ചു. തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഗ്രീസ് ഒറ്റയ്ക്കല്ല എന്നും ഗ്രീസ് പറയുന്നു. സമീപ വർഷങ്ങളിൽ സിംഗപ്പൂർ, സൗദി അറേബ്യ, UAE, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ തീവ്രവാദം അല്ലെങ്കിൽ ആക്രമണ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പൌരന്മാരെ നാടുകടത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.